കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തി ഞാൻ കേട്ടോ. നല്ല സന്തോഷത്തിലാണ്. നല്ല ഭംഗിയുണ്ട് കളപ്പച്ചാർത്ത് കാണാൻ. പാവദാസോഹിക്കന ചാർത്തിക്കണം. അസലായിട്ടുണ്ട്. കുചേലനും കൃഷ്ണനും കൂടി ഇടാണ്ടാണ് ഒരുമിച്ചാണ് ചാർത്തിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ കുചേലനെ പിടിച്ചു കൊണ്ടുവന്ന് സിംഹാസനത്തിൽ ഇങ്ങനെ ഇരുത്തി സംസാരിക്കണ രൂപം അങ്ങനെയാണ് ചാർത്തിരിക്കുന്നത്. ഗുരുവായൂരപ്പനാണ് ചില മഞ്ഞ പട്ട് ഞൊറിഞ്ഞു കൊടുത്ത് നല്ല ഭംഗിയിൽ കഴുത്ത് നിറയെ 2-4 മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. തോൾ ഗോപി വെച്ചിട്ടുണ്ട്, നെറ്റീമിലൊരു ഗോപി വെച്ചിട്ടുണ്ട്, ചെവിപ്പൂ വെച്ചിട്ടുണ്ട്. എല്ലാം തിളങ്ങുന്നുണ്ട്. നല്ല സന്തോഷത്തിലാണ്. സുധാമാവനെ കണ്ട സന്തോഷത്തിലാണ് ഗുരുവായൂരപ്പ ഇരിക്കണത്. കുചേലനാണെങ്കിൽ കുടുംബ കെട്ടിയിട്ടുണ്ട്, ഭസ്മം തൊട്ടിട്ട് കക്ഷത്ത് അവിൽപ്പൊതി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒളിപ്പിച്ച് വെച്ച പോലെ കക്ഷത്ത് വെച്ചിരിക്കണത് കേട്ടോ. കൃഷ്ണൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അവർ ചോദിക്കാനുള്ള ഭാവമാണ്. അങ്ങനെ നിൽക്കുകയാണ് അവിടെ. തട്ടുകൊടുത്തുകൊണ്ടാണ് കുചേലൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ചാർത്തിയത് കാണാൻ. കളപ്പച്ചാർത്ത് അസലായിട്ട് ചാർത്തിയിരിക്കുന്നുണ്ട്. ഇന്ന് കുചേലദിനാവുകൊണ്ട് കുചേലൻ്റെ ഒപ്പം ഉള്ളതായിട്ട് ചാർത്തിരിക്കണം. അസലായിട്ട് ഓദിക്കുന്നത് വേണ്ട പോലെ തന്നെയാണ് ചാർത്തിരിക്കണം. അസലായി ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് നല്ല സന്തോഷമാവും. ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കാൻ തയ്യാറായും കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. ഒരു ഉണ്ടമാലയാണ് ആകെ ചാർത്തിരിക്കണത്. ഇന്ന് തിരുമുടിമാലയൊക്കെ മുകളിൽ വെച്ചിട്ടില്ല. ഒരു ഉണ്ടമാല മാത്രം. ഈ കുചേലനെയും കൃഷ്ണനൊക്കെ വരച്ച് കഴിഞ്ഞാൽ എന്തെങ്ങനെ കളപ്പച്ചാർത്ത് കാരണം ഒറ്റ ഉണ്ടമാല ചാർത്താനുള്ള ഒരു ഔട്ട്ലൈൻ പോലെ നല്ല ഭംഗിയിൽ വെള്ള, ചുവപ്പ്, പച്ച അങ്ങനത്തെ ഒരു ഔട്ട്ലൈൻ പോലത്തെ ഒരു ഉണ്ടമാല മാത്രമാണ് ചാർത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലിങ്ങനെ കുചേലനും കൃഷ്ണനും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയിലാണ് അറിയോ ചാർത്തിരിക്കുന്നത്. കണ്ണാ കുചേലനെ അനുഗ്രഹിച്ച പോലെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ദുരിതത്തുനിന്ന് ഞങ്ങൾ കരകയറ്റണേ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. എല്ലാവരും ഉറക്ക നാമം ജപിച്ചോളൂ കേട്ടോ. നാമം ജപിക്കണേ. നാരായണ 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 ഹരേ.